ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവരിപ്പോൾ എന്ത് ആക്ഷനാണ് അവർക്ക് ഇതിൽ എന്ത് ആക്ഷനാണ് അവരെടുക്കാൻ പോണത്, അവർ ചെയ്തു പോയ എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യത്തിൽ തിരുത്തണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പം നമുക്ക് നോക്കാം എന്താണ്. സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു സമയം അവർ കുറച്ച് ദൈവവിശ്വാസത്തിലേക്ക് വന്നു അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് വന്നു എന്നാണ് കാണുന്നത്. അവർ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളിലുപരി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ദൈവിക തലമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ അതിനെക്കുറിച്ച് ഈ ഒരു സമയം അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഒക്കെ ഇവർ എടുത്തിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന്. കാരണം നിങ്ങളെ വിട്ടിട്ട് പോയിട്ടും അല്ലെങ്കിൽ ഈ നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ ഒക്കെ ആയിട്ടും വേറെ പല ആൾക്കാരും ഇവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടും നിങ്ങളെ മറക്കാനോ നിങ്ങളെ പൂർണ്ണമായും വിട്ടുപോകാനോ ഒന്നും ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് എന്തുകൊണ്ട് എന്ന് തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നിങ്ങളൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ആൾക്കാരായിരിക്കും, ചിലപ്പോൾ ചില മാസങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ആൾക്കാരായിരിക്കും, ഒരുപാട് കോൺഫ്ലിക്റ്റ് സംഭവിച്ച റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പോൾ എന്നാൽ പോലും ഇവർക്ക് പൂർണ്ണമായും ഇത് നിങ്ങളെ കട്ട് ഓഫ് ചെയ്ത് പോകാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടെന്നാണ് ഇവർ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത്. അപ്പോൾ നോക്കാം. ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡറാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവരെ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. ചിലപ്പം നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ഇവരുടെ കൂടെ മറ്റു കുറേ ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വേറെ ഒരു റിലേഷൻഷിപ്പും എൻജോയ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല നിങ്ങളില്ലാത്തത് കൊണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇവരുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാധാന്യവും തരാതെ ഇവർ വേറെ പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയി പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടത്ര സമയമോ നിങ്ങളുടെ കൂടെ ചിലപ്പോൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഇമോഷണലി നിങ്ങളോടൊരു അറ്റാച്ച്മെൻറ്റും കാണിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പം നിങ്ങൾക്ക് ഒരു വാല്യൂം അവർ തന്നിട്ടുണ്ടായിരിക്കില്ല. അത് നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നിരിക്കാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിട്ടിട്ട് പോകാൻ പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ ഇടയ്ക്ക് നിങ്ങൾ എപ്പോഴോ വേണ്ടാന്ന് വെച്ച് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം. ഈ നിങ്ങൾ പൂർണ്ണമായി അവരിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് അവർ ഒറ്റപ്പെട്ടു പോയത്. ഇതും ഒരു ഇതൊരു ഹെർമിറ്റാണ്. ഇതും ഒരു ഫോർ ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. അപ്പം ഇവർക്ക് വേറെ കുറേ ആൾക്കാർ ഇവരുടെ ചുറ്റിനും ഉണ്ടെങ്കിലും ഇവർക്ക് എന്തോ ഒരു ശൂന്യത ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു വലിയ കാര്യം അവരുടെ കൂടെ ഇല്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പം നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയെ ഇവർ ഭയങ്കര ശല്യമായിട്ടായിരിക്കും കരുതിയിട്ടുള്ളത്. നിങ്ങൾ വെറുതെ അവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യുകയും ഗൈഡൻസ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ആ സമയത്തൊക്കെ അവർ ഇറിറ്റേറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. നിങ്ങളിതെല്ലാം മതിയാക്കിയപ്പോൾ ചിലപ്പോൾ ഇത് ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാരുമായിരിക്കും കേട്ടോ. ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടാതെ നിങ്ങൾ മാറി നിന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവരെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ചിലപ്പോൾ എനർജി ലെവലിൽ നിങ്ങൾ അവരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു എനർജിയും അവർക്ക് കിട്ടാത്ത വണ്ണം നിങ്ങളൊരു ബൗണ്ടറിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ അവരുടെ അവരുടെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല, അവരെ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ടായിരിക്കാം. എന്ത് സാഹചര്യത്തിലാണോ ഉള്ളത് ആ ഒരു തരത്തിൽ അവർ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കണം, ഈ വ്യക്തിയെ പൂർണ്ണമായി വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കണം.
ഈ സമയത്താണ് അവർക്ക് ബോറടിച്ചു തുടങ്ങി എന്നുള്ളതാണ്, ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഒന്നുകിൽ മത്സരിക്കാൻ ആരുമില്ല എന്നുള്ളതിൻ്റെ ചിന്തയായിരിക്കാം, നിയന്ത്രിക്കാൻ ആരുമില്ല എന്ന് അവർക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളുണ്ടായിരുന്നെങ്കിൽ അവരെ നിയന്ത്രിച്ചതിന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അബദ്ധങ്ങൾ പറ്റുമ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാകുമായിരുന്നു, അങ്ങനെയൊക്കെ അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എത്രമാത്രം വലുതായിരുന്നു എന്നവർക്ക് മനസ്സിലാകുന്നത്. കാരണം വേറെ എത്ര ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ടെങ്കിലും ഇവരിപ്പോൾ ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇവർ വേറെ ആരുമായിട്ടും അങ്ങ് ട്രൂലി കണക്റ്റഡ് ആകാൻ ഇവർക്ക് പറ്റുന്നില്ല ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. യൂണിവേഴ്സാണ്, ഇതൊരു വേൾഡ് കാർഡാണ്. അപ്പോൾ ഇതിനകത്ത് ഇവർക്ക് ഒരു പൂർണ്ണതയില്ല. നിങ്ങളില്ലാതെ എല്ലാ കാര്യവും, ചിലപ്പം എല്ലാ കാര്യവും മുടങ്ങിപ്പോകുന്നുണ്ടായിരിക്കാം, ഒന്നിലും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല. ഇതിൽ ഇപ്പം നോ കോണ്ടാക്റ്റ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ അവർക്ക് എല്ലാം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട്. നിങ്ങളില്ല, നിങ്ങളുടെ എനർജി നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഇവർക്ക് ഒന്നുമില്ലാത്തൊരു ഒന്നിനെക്കുറിച്ചും അവർ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിൽ ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നിലും ഒരു സംതൃപ്തി അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് അവർ നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കിയത്. നിങ്ങളാണ് അവരുടെ ആ ഒരു ലോകം എന്നുള്ളതാണ്. അപ്പം നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവരുടെ കൂടെ ഉണ്ടാവുള്ളൂ. അത് ശത്രുക്കളായാലും സമ്പത്തായാലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ വേണം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നതും നിങ്ങളുണ്ടെങ്കിലാണത് മാറ്റാൻ പറ്റുന്നത്. അല്ലാതെ നിങ്ങളില്ലാത്തപ്പോൾ ഇവരൊരു മരവിച്ച മനസ്സുമായിട്ട് ഒരു മരവിച്ച ജീവിതമാണ് ജീവിക്കുന്നതെന്നാണ് അവർക്ക് ഇപ്പം മനസ്സിലാകുന്നത്. കാരണം നിങ്ങളുണ്ടെങ്കിലേ അവർക്കെല്ലാം ഉള്ളൂ. അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ഭാഗം നിങ്ങളാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പൂർണ്ണതയാണ് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഇത് അവരുടെ ഒരു തിരിച്ചറിവാണ് കേട്ടോ. ഡിസ്ക്രിപ്ഷനാണ്. എല്ലാ കാര്യങ്ങളിലും തടസ്സമാണ്, അവരെന്ത് ചെയ്താലും തടസ്സമാണ്. അപ്പം അവരത് ഈ തടസ്സം വരുമ്പോൾ ചിലപ്പോൾ ഇവരെന്തെങ്കിലും ഒരു ഗൈഡൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ സ്വയം ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ തടസ്സം വരുമ്പോഴാണല്ലോ നമ്മൾ എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഒക്കെ എടുക്കുക, സ്വയം ഒന്ന് ചിന്തിക്കാൻ ഒരു ആത്മപരിശോധന നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയം തടസ്സങ്ങൾ, ജീവിതത്തിലെ തടസ്സങ്ങൾ മാത്രം വന്നു, ഒറ്റപ്പെട്ടു പോയി, ആരുമില്ല എന്നൊരു തോന്നലൊക്കെ വന്ന സമയത്തായിരിക്കണം ഇവർക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കിയത് എന്നുള്ളതാണ്. അപ്പം ഭയങ്കര കോൺഫ്ലിക്റ്റ് ആണ് അവർക്ക്. അതാണോ ശരി, ഇതാണോ ശരി. ഇവർ ചെയ്ത പല കാര്യങ്ങളും തെറ്റാണെന്ന് അവർക്കറിയാം. പക്ഷെ എന്നാലും അവരത് തെറ്റാണ് എന്ന് സമ്മതിക്കാൻ താല്പര്യമേ ഇല്ല എന്നുള്ളതാണ്. അവർ നിങ്ങളിൽ കുറ്റം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അവരത് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം തിരിച്ചറിഞ്ഞാൽ പിന്നെ അവരില്ല. അവരുടെ ഈഗോയാണ് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ അവരെ ബ്ലോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യർ, നിങ്ങളോട് ഒരുപാട് മിസ്റ്റേക്സും ക്രൂരതയൊക്കെ ചെയ്ത മനുഷ്യർ നിങ്ങളുടെ മുന്നിൽ എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്, അത് അവർക്ക് ആ ഒരു ബോധമുണ്ട്. ഞാൻ എങ്ങനെ പോയി അവിടെ നിൽക്കും, അപ്പം എന്ത് പറയും. അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്തയാണ്. അപ്പോൾ ഒരു എല്ലാ കാര്യങ്ങളിലും തടസ്സവും നിങ്ങളിലേക്ക് വരാനും അവർക്ക് തടസ്സമാണ്. ഈ ഒരു കാര്യത്തിൽ അങ്ങനെയാണ്. പല ചിന്തകൾ അവർ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർ ശരിയെന്ന് വിചാരിച്ച് അന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ തെറ്റായി പോയി എന്ന് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്. കാരണം ഓരോ ഭാഗമായിട്ട് അവർ എടുത്തു വെച്ച് ചിന്തിക്കുന്നുണ്ട്. ഓരോ കാര്യവും ഓരോ ഭാഗങ്ങളായി എടുത്ത് അവർ ചിന്തിക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്തത് ശരിയായിരുന്നോ, അപ്പോൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ അങ്ങനെ ചെയ്തു പോയല്ലോ. പക്ഷെ അത് നിങ്ങളോട് അവർക്ക് തുറന്നു പറയാനും അവർക്ക് പറ്റൂല. അപ്പോൾ അങ്ങനെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എന്ന് പറയുന്നത് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർ തുറന്നു പറയാത്തതെന്നാണ് കാണുന്നത്. പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡാണ്. ഒരു മുന്നോട്ട് തന്നെയാണ് പോകേണ്ടതെന്ന് അവർക്കറിയാം. ഇതിൽ നിങ്ങളുമായിട്ടൊരു ജീവിതം ഉണ്ടവർക്ക്. അത് പ്രതീക്ഷയാണ്. നിങ്ങളെന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. ആ ഒരു പ്രതീക്ഷയിലേക്ക് പോകാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇവരിൽ നിന്നും വിട്ടുപോയി എന്നൊരു ചിന്ത അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയമുണ്ട്. കാരണം പണ്ടത്തെ പോലെ നിങ്ങളിവരെ സപ്പോർട്ട് ചെയ്യില്ലെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ ഒരു സ്നേഹവും കരുതലും ഒന്നും ഇനി അവർക്ക് കൊടുക്കൂലെന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്. കാരണം അത് അവരുടെ മിസ്റ്റേക്സ് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണെന്നുള്ളതാണ്. പക്ഷെ എന്നാൽ പോലും അത്
സമ്മതിക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. ട്രാപ്ഡ് ഇൻ ഫിയർ ആണ്. അപ്പം ഒരു 8 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓവർ തിങ്ക് ചെയ്യണമെങ്കിൽ നമ്മളുടെ അവസ്ഥ മോശമായിരിക്കണം. നമ്മൾ ചെയ്തു പോയ കാര്യങ്ങളിൽ ഒരുപാട് അവർ വേദനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇനി എങ്ങനെ ഇതിന്ന് പുറത്തിറങ്ങും എന്നുള്ളതാണ്. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ ഇവർ ട്രാപ്പിലായി പോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകളിലായിരിക്കാം. അങ്ങനെ ട്രാപ്പിലായിപ്പോയി. ഈ ഒരു സമയമാണ് നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നത്. നിങ്ങളെന്തായിരുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ഇവരോട് പറഞ്ഞു കൊടുത്തതെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് ഈ ഒരു സമയമാണ്. കാരണം ചില റിലേഷൻഷിപ്പിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന്ന് പുറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നു. ഇപ്പം ഈ ഒരു സമയം ഈ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ കുറച്ച് മോശമാണ് എന്നുള്ളതാണ്. പോസിറ്റീവ് അല്ല ഒട്ടും തന്നെ. അതോറിറ്റി. പക്ഷേ എന്നാൽ പോലും അവരുടെ ആ ഒരു നിങ്ങളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മുന്നിൽ അവർ ഒരിക്കലും താഴാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ചില സമയം ചിലപ്പോൾ ശരിക്കും ഇമോഷണലി ശരിക്കും ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഒരു മാപ്പൊക്കെ ചോദിച്ചേക്കാം. അങ്ങനെ ചെയ്താലും പിന്നെയും വീണ്ടും അവർ പഴയ ആറ്റിറ്റ്യൂഡിലേക്ക് പോകും എന്നുള്ളതാണ്. അവരുടെ ഈഗോ ഒട്ടും കുറയ്ക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് അവർ ചെയ്തതാണ് ശരിയെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർ തെറ്റാണെന്ന് ചിന്തിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവർ ഭാഗം മിസ്റ്റേക്ക് ഉണ്ടെന്ന് ഒരിക്കലും അവർ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ മുന്നിൽ അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ സ്വയം അവർ അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹമൊക്കെ സഫലീകരിച്ച് നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നു എന്ന് അവർക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഭാഗം ശരിയായതുകൊണ്ടാണ് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുന്നത് എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് ശരിയായോ, ഇത് ശരിയാണോ, ഇനി മുന്നോട്ട് പോയാൽ ശരിയാവോ, പണ്ടത്തെ പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, അവരെ നിങ്ങൾ വിശ്വസിക്കുമോ എന്നൊക്കെ വീണ്ടും അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും ഇവർക്ക് ചെയ്തു പോയ കാര്യങ്ങളിൽ കുറച്ച് റിഗ്രറ്റ് ഉണ്ട്. പക്ഷെ അവരുടെ ഈഗോ കൊണ്ട് അത് നിങ്ങളോട് അവർ സമ്മതിക്കുന്നില്ലായിരിക്കാം പല ആൾക്കാരും. അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.